മാർക്കോയുടെ വിജയം വെറും വിജയമല്ല. ഹനീഫ് ഫത്തേനി സംവിധാനം ചെയ്ത ആക്ഷൻ സിനിമയായ മാർക്കോയാണ് ഉണ്ണിമുകുന്ദൻ നായകനായി ഒടുവിൽ തിയേറ്ററിലെത്തിയ സിനിമ. മലയാളത്തിലെ ഏറ്റവും വയലന്റ് സിനിമയായി പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടിക്ക് മുകളിലാണ് നേടിയത്. അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരുന്നത്. ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലാണ് ചിത്രം ആഗോള റിലീസിനായി എത്തിയത്. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകൾക്ക് ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ഭാഷകളിലും ലഭിച്ചത്. സിനിമയുടെ വിജയം ആഘോഷിക്കുമ്പോഴും ചില ആശങ്കകൾ പങ്കിടുകയാണ് ഉണ്ണിമുകുന്ദൻ. അതായത്, ഇന്ന് വിമർശകരും നിരൂപകരും മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള നല്ല സിനിമ എന്ന ടാഗ് വലിയ പരിമിതിയാണ് ഉണ്ടാക്കുന്നതെന്ന് നടൻ പറഞ്ഞു. മാർക്കോയിൽ കണ്ടിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒരു ഇന്ത്യൻ സിനിമയിൽ മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. ഒരു മലയാളം സിനിമയിൽ നിന്ന് തീർച്ചയായും ഇത് പ്രേക്ഷകർ പ്രതീക്ഷിക്കില്ല. മലയാളം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം മികച്ച സിനിമകളുടെ പേരിലാണ് ഇൻഡസ്ട്രിക്ക് പ്രശസ്തിയുള്ളത്. നീറ്റായ ചിത്രങ്ങൾ എന്ന നിലയിലാണ് മലയാളം ഇൻഡസ്ട്രി അറിയപ്പെടുന്നത്. പക്ഷേ എന്നെപ്പോലെയുള്ളവർക്ക് അതൊരു ഭാരമായിട്ടാണ് തോന്നുന്നത്. കാരണം എല്ലാ സിനിമകളിലും ഗുഡ് സിനിമ എന്ന ടാഗ് പിന്തുടരാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളപ്പോൾ നല്ല സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകേണ്ടി വരും. അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ചിത്രങ്ങൾ മാത്രം ചെയ്യേണ്ടി വരും. അങ്ങനെയൊരു പ്രേക്ഷകർ തെലുങ്ക് ഇൻഡസ്ട്രിക്കോ ഹിന്ദി ഇൻഡസ്ട്രിക്കോ തമിഴ് ഇൻഡസ്ട്രിക്കോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു. ഗുഡ് സിനിമ ടാഗിൽ മാത്രം സിനിമ ചെയ്യണമെന്ന് നിർബന്ധിക്കരുതെന്നാണ് നിരൂപകരോട് തനിക്ക് പറയാനുള്ളതെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.